കോയമ്പത്തൂർ നഞ്ചുണ്ടപുരത്ത് വയോധികയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൊലപാതകമാണെന്ന സംശയത്തിന്റെ അനുമാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ആ വീട്ടിൽ ആ സമയം ഉണ്ടായിരുന്ന ജോലിക്കാരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. നേപ്പാൾ സ്വദേശിനിയായ ഒരു ജോലിക്കാരി അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ സംഭവശേഷം ബാഗുമായി ജോലിക്കാരി പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളടക്കം പോലീസിൽ ലഭിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഷാരിഖ് നവാസ് പാലക്കാട് വിവരങ്ങൾ ചെയ്യുന്നു. ഷാരിഖ്, കൊലപാതകമെന്ന നിഗമനത്തിലാണോ പോലീസിന്റെ അന്വേഷണം? വീട്ടിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സ്വർണമോ പണമോ പോയതായി നിലവിൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? എന്താണ് പുതിയ അപ്ഡേറ്റ്? സുഹൈൽ, തീർച്ചയായും കൊലപാതകം എന്ന നിലയിൽ തന്നെയാണ് പോലീസ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവരെ മൃതദേഹം കണ്ടെത്തുമ്പോൾ ഇവരുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല നഷ്ടപ്പെട്ടതായാണ് ലഭിക്കുന്ന വിവരം. വീട്ടിലെ മറ്റു വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ വിദേശത്തുള്ള മകൻ ഡോക്ടർ വന്നെത്തിയാൽ മാത്രമേ അത് പരിശോധിച്ച് പോലീസിന് ആ വിവരങ്ങൾ നൽകാനാവൂ എന്നാണ് പോലീസ് പറയുന്നത്. വീട്ടിലെ മറ്റു വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസിന് ഇപ്പോൾ പറയാനാകില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരുടെ മൃതദേഹം ഇന്നലെ രാവിലെ 6 മണിയോടെയാണ് കോയമ്പത്തൂർ നെഞ്ചുണ്ടാപുരത്തെ അപ്പാർട്ട്മെന്റിൽ നിന്ന് കണ്ടെത്തുന്നത്. അയൽവാസികളാണ് വീടിന്റെ വാതിൽ തുറന്നു നോക്കുമ്പോൾ മുറിക്കകത്ത് കട്ടിലിൽ ഇവരുടെ കൈകാലുകൾ ബന്ധിച്ച് അതുപോലെ തന്നെ വായയിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കവർച്ചയ്ക്കിടെ നടത്തിയ കൊലപാതകമാണെന്ന അനുമാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. ഇവരുടെ സഹായത്തിനായി ഒരു ഹോം നഴ്സ്, നേപ്പാൾ സ്വദേശിയായ സുർജ റോക്കി എന്ന ഒരു ഹോം നഴ്സ് ഇവരുടെ സഹായത്തിനായി കഴിഞ്ഞ 4 വർഷം ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവരാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിലെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. കാരണം ഈ സംഭവത്തിന് ശേഷം ഇവരെ കാണാതായിട്ടുണ്ട്. ഇവരുടെ മൊബൈൽ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇവരെ മറ്റു വിവരങ്ങളൊന്നും ഇതുവരെ ഇല്ല. ഇവർക്കൊപ്പം 3 യുവാക്കൾ ഇവർക്കൊപ്പം പോകുന്ന ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ പോകുമ്പോൾ ഇവരുടെ കയ്യിൽ ഒരു ബാഗ് കണ്ടിരുന്നു എന്ന് പോലീസ് പറയുന്നു. ഇവരുടെ കഴുത്തിൽ അണിഞ്ഞ സ്വർണ്ണമാലയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന വിവരം മാത്രമാണ് ലഭിക്കുന്നത്. ഇവർ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി രാമവാര്യരുടെ മകളാണ് ഈ മരിച്ച കസ്തൂരി ജി കുട്ടി. ഇവർ ഏറെ നാളായി കോയമ്പത്തൂരിലെ നെഞ്ചുണ്ടാപുരത്തിലെ അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചു വരുന്നത്. ഈ അപ്പാർട്ട്മെന്റിൽ വലിയ സെക്യൂരിറ്റി സംവിധാനമൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം മറികടന്നാണ് ഇത്തരത്തിലൊരു കൊലപാതകം പട്ടാപ്പകൽ രാവിലെ, അതായത് അതിരാവിലെ തന്നെ നടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അസിസ്റ്റന്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ എന്നിവരുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ 8 അംഗ സംഘമാണ് ഇപ്പോൾ ഇത് ഊർജിതമായ അന്വേഷണം നടത്തി വരുന്നത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ്. ഈ സംഘം, അതായത് ഈ 4 അംഗ സംഘം എവിടേക്കാണ് കടന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇവർ ട്രെയിൻ കയറി ഇവരുടെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഈ നേപ്പാൾ സ്വദേശിനിക്ക് 3 പേരുടെ, അതായത് 3 യുവാക്കളുടെ സഹായം ഈ കുറ്റകൃത്യത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന അനുമാനത്തിൽ തന്നെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇവരുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള റിപ്പോർട്ടുകൾ വരാനിരിക്കുകയാണ്. എന്തായാലും പോലീസ് ഈ കേസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.